കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മേഖലാ സമര പ്രചരണ വാഹന ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, 15% ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ പെൻഷൻകാർ നടത്തുന്ന അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായിട്ടാണ് മേഖലാ സമര പ്രചരണ വാഹന ജാഥകൾ സംഘടിപ്പിച്ചു വരുന്നത്. വടകര സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന സ്വീകരണ പരിപാടി CH ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ മുണ്ടൂർ രാമകൃഷ്ണൻ, സേതു മാധവൻ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ജീവനക്കാരനെ ഒരു സർവീസിൽ എടുത്തു കഴിഞ്ഞാൽ അവന്റെ മരണം വരെ നോക്കേണ്ടത് അവരുടെ കടമയാണ്. അങ്ങനെയല്ലേ സെൻട്രൽ ഗവൺമെന്റ്, സർക്കാർ അങ്ങനെയല്ലേ? അവന് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ലേ? അവന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കൊടുക്കില്ലേ? കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് ആശ്രിത പെൻഷൻ കൊടുക്കുന്നില്ലേ? ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ട് നമ്മുടെ പെൻഷൻ പദ്ധതിയിൽ മാത്രം അങ്ങനെ ചെയ്യുന്നില്ല? അതുകൊണ്ട് നമ്മളിപ്പോ പറയുന്നത് സർക്കാർ ചെയ്യുന്നത് പോലെ നമ്മുടെ സംഘത്തിൽ ഒരാള് ഒരു എൻട്രി കഴിഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവൻ ഈ സംഘം നോക്കണം. അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് പറഞ്ഞാൽ അത്ര ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിലേക്ക് ഈ പെൻഷൻ ബോർഡിലേക്ക് അടയ്ക്കട്ടെ. അതുപോലെ തന്നെ എത്രയോ പണം ചെലവാക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും വല്ല നിയന്ത്രണമുണ്ടോ? നമ്മുടെ ബാങ്കുകളിൽ ഡയറക്ടർമാരും പ്രസിഡന്റും ഒക്കെ ചെലവ് ചെയ്യുന്നതിന് 10,000 രൂപ നമ്മൾ തന്നെ ഇപ്പോൾ ഡയറി പിരിക്കുന്നില്ലേ? നമുക്കറിയാമല്ലോ, നമുക്ക് പരസ്യം തരുന്നില്ലേ? എത്രയോ പൈസ ചിലവാക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് പാലക്കാട് അതിൻ്റെ ജനറൽ ബോർഡിൽ പോകേണ്ട മിസ്ലേനിയസ് എക്സ്പെൻസ് ബഡ്ജറ്റാണ് 1 കോടി ഉറുപ്പിക. എന്താണെന്നില്ല കേട്ടോ, 1 കോടി ഉറുപ്പിക. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ഈ കോടിക്ക് ഒരു വിലയുമില്ലേ? എന്താ 1 കോടി ഉറുപ്പിക മിസ്ലേനിയസ്? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ പരസ്യത്തിന് വരുന്നില്ലേ? ഞങ്ങൾ പരസ്യം തരണ്ടേ? അപ്പോഴോ അങ്ങനെ ചെലവാക്കുന്ന സംഘങ്ങൾക്ക്, ലാഭമുള്ള സംഘങ്ങളുടെ ഒരു 10% തുക ഈ പെൻഷൻ ബോർഡിലേക്ക് കൊടുത്താൽ എത്ര കോടി ഉറുപ്പിക വരും? ഒരുപാട് വരും. നിയതമായ പെൻഷൻ കൊടുക്കാമല്ലോ. നമ്മൾ 17,000-ഉം 4,000-ഉം 3,000-ഉം ഒക്കെ പെൻഷൻ വാങ്ങുക. ഇപ്പോൾ നോക്കോളൂ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 2,500 ആക്കും ക്ഷേമ പെൻഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി പെൻഷൻ 2,500 ആണ്. അവർക്ക് ഒന്നും അടയ്ക്കാതെ 2,500 കിട്ടും.